ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ടീസ്റ്റാ വാട്ടർ ഡിസ്പ്യൂട്ട്, WHO, MQ-9B ഡ്രോൺ, ടെറാഹെഡ്സ് സ്പെക്ട്രം, പ്ലേസസ് ന്യൂസ് ആയിട്ട് ചെച്നിയ. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീസ്റ്റാ വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ടീസ്റ്റാ വാട്ടർ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ടീസ്റ്റാ റിവർ വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻഷിപ്പിനകത്തുള്ള ഏറ്റവും കണ്ടൻഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഏറ്റവും അധികം ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഈ ടീസ്റ്റാ റിവറിലെ വെള്ളം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള തർക്കം. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ടീസ്റ്റാ റിവർ വാട്ടർ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കരാറ് സൈൻ ചെയ്യണം എന്നുള്ള ഡിമാൻഡുമായിട്ട് തങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഇഷ്യൂസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിന് കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ ടീസ്റ്റാ വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടീസ്റ്റാ റിവറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ടീസ്റ്റാ റിവർ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള സിക്കിമിൽ ഒറിജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉത്ഭവിച്ച് സിക്കിം വഴി വെസ്റ്റ് ബംഗാളിലേക്കും അവിടുന്ന് ബംഗ്ലാദേശിലേക്ക് എത്തി ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര റിവറുമായിട്ട് കൂടിച്ചേർന്ന് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു റിവറാണ് ടീസ്റ്റാ റിവർ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സിക്കിമിലെ സോലാമോ എന്ന് പറയുന്ന ഒരു ലേക്ക് ഉണ്ട്, ഒരു തടാകമുണ്ട്. ഈ സോലാമോ എന്ന് പറയുന്ന തടാകമാണ് ഈ ടീസ്റ്റാ റിവറിന്റെ ഒറിജിനായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഈ സോലാമോ ലേക്ക് കൂടാതെ ഈ സിക്കിമിൽ തന്നെയുള്ള രണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡ് ഗ്ലേഷ്യറുകളുണ്ട്. ഒന്ന് പഹ്റുനി ഗ്ലേഷ്യർ എന്ന് പറയുന്ന ഗ്ലേഷ്യറാണ്, രണ്ട് ഖാങ്സെ ഗ്ലേഷ്യർ എന്ന് പറയുന്ന മറ്റൊരു ഗ്ലേഷ്യറാണ്. ഈ രണ്ട് ഗ്ലേഷ്യറും വലിയ രീതിയിൽ ഈ ടീസ്റ്റാ റിവറിലേക്ക് വെള്ളം ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഈ ടീസ്റ്റാ റിവറിന്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ആയിട്ട് കണക്കാക്കുന്നത്. ഇതിന്റെ സോഴ്സ് മെയിൻലി ഈ പറയുന്ന സോലാമോ ലേക്കാണ്. അത് കൂടാതെ ഈ രണ്ട് ഗ്ലേഷ്യറുകളും ടീസ്റ്റയിലേക്ക് അതിന്റെ ഒറിജിനേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വെള്ളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഈ സിക്കിമിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്കും വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്കും എൻ്റർ ചെയ്യുന്ന ഒരു റിവറാണ് ടീസ്റ്റാ റിവർ എന്ന് പറയുന്നത്. അത് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ബ്രഹ്മപുത്ര റിവറുമായിട്ട് കൂടിച്ചേർന്ന് അവസാനം ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ടീസ്റ്റാ റിവറിന്റെ ട്രിബ്യൂട്ടറീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ഒരു ലാച്ചുങ് ഷൂ, അതുപോലെ തന്നെ ചാക്കുങ് ഷൂ, ദിക് ഷൂ, റാണി കോല, അതുപോലെ തന്നെ റാങ്പോ ഷൂ എന്ന് പറയുന്ന റിവേഴ്സ് ആണ്. ഇനി റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ളത് ജമു ഷൂ, അതുപോലെ തന്നെ റാങ്യോങ് ഷൂ, റാങ്കിത് റിവർ എന്നീ റിവേഴ്സ് ആണ്. ഇനി ഈ പറയുന്ന ടീസ്റ്റാ റിവർ വാട്ടർ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഏകദേശം 54ഓളം ട്രാൻസ് ബൗണ്ടറി റിവേഴ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതലും ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് എൻ്റർ ചെയ്ത് ബംഗ്ലാദേശിൽ നിന്ന് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ മിക്ക ട്രാൻസ് ബൗണ്ടറി റിവേഴ്സ് ഉള്ളത്. അപ്പോൾ അവിടെയൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിലൂടെ കടന്നുപോയി ബംഗ്ലാദേശിലേക്ക് എത്തുന്ന റിവേഴ്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു റിവറാണ് ഈ ടീസ്റ്റാ റിവർ എന്ന് പറയുന്നത്. നമ്മുടെ ഗംഗയുടെയോ അല്ലെങ്കിൽ ബ്രഹ്മപുത്രയുടെ ഒന്നും സൈസ് ഇല്ലാത്തൊരു റിവറാണ് ടീസ്റ്റാ റിവർ. അപ്പോൾ ഈ ടീസ്റ്റാ റിവറിന്റെ കേസിൽ എന്തുകൊണ്ടാണ് ഈ വെള്ളം ടീസ്റ്റാ റിവറിന്റെ വെള്ളം ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് ഇത്തരത്തിലൊരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പേരിൽ ഈ പ്രശ്നം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ടീസ്റ്റാ റിവറാണ് ബംഗ്ലാദേശിന്റെ ഗ്രേറ്റർ റാങ്പൂർ റീജിയൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട ഒരു പാഡി കൾട്ടിവേഷൻ റീജിയൻ ഉണ്ട്. അതായത് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നെൽകൃഷി നടക്കുന്ന ഒരു മേഖലയാണിത്. ഈ ഗ്രേറ്റർ റാങ്പൂർ റീജിയനിൽ പ്രധാനമായിട്ടും വെള്ളം എത്തിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ഈ പാഡി കൾട്ടിവേറ്റേഴ്സ് അവരുടെ വെള്ളത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ടീസ്റ്റാ റിവറിനെയാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ടീസ്റ്റാ റിവറിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിലൂടെ ഒഴുകിയിട്ട് ബംഗ്ലാദേശിലേക്ക് എത്തുന്ന റിവറാണ് ടീസ്റ്റാ. അപ്പോൾ ഇന്ത്യ ഓൾറെഡി ഈ ടീസ്റ്റാ റിവറിനകത്ത് സിക്കിമിൽ തന്നെ ഒരുപാട് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാമുകൾ സ്വാഭാവികമായിട്ടും ഈ റിവറിന്റെ സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കിനെ ബാധിക്കും. അത് ലോവർ റിപ്പാരിയൻ സ്റ്റേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഡൗൺ സ്ട്രീം സ്റ്റേറ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിലേക്കുള്ള വെള്ളത്തിന്റെ അവൈലബിലിറ്റി കുറക്കും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിലവിൽ ഇതിന്റെ വെള്ളം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാറില്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഡാം കൺസ്ട്രക്ഷൻസ് ഒക്കെ ഇനിയും കൂടുകയും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഹിമാലയൻ ഗ്ലേഷ്യറുകളുടെ മെൽറ്റിങ്ങിന്റെ റേറ്റ് കൂട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ റിവറിനകത്തുള്ള വെള്ളത്തിന്റെ ലഭ്യത കാര്യമായിട്ട് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബംഗ്ലാദേശിന് വെള്ളം കിട്ടുന്നത് വലിയ രീതിയിൽ കുറയും. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ആളുകളുടെ താല്പര്യത്തിലായിരിക്കും പ്രൈമസി കൊടുക്കുക എന്നുള്ളതുകൊണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇപ്പോൾ നിങ്ങൾ ഏത് വാട്ടർ ഡിസ്പ്യൂട്ട് നോക്കിക്കഴിഞ്ഞാലും അത് ഏറ്റവും അധികം പ്രശ്നമായിട്ട് വരുന്നത് ഈ ലോവർ റിപ്പാരിയൻ സ്റ്റേറ്റ്സിനായിരിക്കും. അവർക്ക് എപ്പോഴും ഈ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, ഈ പറയുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ഗ്രേറ്റർ റാങ്പൂർ റീജിയൻ എന്ന് പറയുന്ന പാഡി കൾട്ടിവേഷൻ റീജിയൻ ഈ ടീസ്റ്റാ റിവറിനെ വലിയ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഈ ടീസ്റ്റാ റിവർ വാട്ടർ ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ വേണം എന്ന് പറയുന്നത്. അവരുടെ പ്രധാന ആവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരാർ രണ്ട് രാജ്യങ്ങളും സൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ഒരു കരാറില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കുക. കാരണം അവർക്കൊരു മിനിമം ഗ്യാരണ്ടി കിട്ടും അവർക്ക് ഇത്ര വെള്ളം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഇതിൽ ബേസിക്കലി അവർ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു നദീജല തർക്കം ഉണ്ടായിരുന്നത് ഗംഗാ റിവർ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ തർക്കം നമ്മൾ പരിഹരിച്ചത് 1996 ഒരു ഗംഗാ വാട്ടർ ട്രീറ്റി എന്നറിയപ്പെടുന്ന എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഗംഗാ വാട്ടർ ട്രീറ്റിക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു കരാർ ടീസ്റ്റാ റിവർ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടും വേണമെന്നാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയും ബംഗ്ലാദേശും നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചകളുടെയൊക്കെ അവസാനം 2011 മൻമോഹൻ സിംഗ് ഗവൺമെന്റിന്റെ സമയത്ത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് ആക്ച്വലി രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് ഇനി സൈൻ ചെയ്താൽ മതി ശരിക്കും ഒരു ട്രീറ്റി ആയിട്ട് മാറണമെങ്കിൽ. അപ്പോൾ ഈ എഗ്രിമെന്റ് ഓൾറെഡി അവിടെ പ്രിപ്പയർഡ് ആണ്, അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, അത് സൈൻ ചെയ്യാത്തതിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2011 വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഫൈനലൈസ്ഡ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഡ്രാഫ്റ്റ് എഗ്രിമെന്റ് അനുസരിച്ച് ഈ ടീസ്റ്റാ റിവറിന്റെ ടോട്ടൽ വാട്ടറിന്റെ 42% ഇന്ത്യക്കും 37% ബംഗ്ലാദേശിനും ബാക്കി 20% ഈ ടീസ്റ്റാ റിവറിന്റെ നാച്ചുറൽ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് ഒരു കരാർ നമ്മൾ റെഡിയാക്കി വെച്ചതായിരുന്നു. പക്ഷേ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എസ്പെഷ്യലി വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്നുള്ള ഓപ്പോസിഷൻ കാരണമാണ് ഇപ്പോഴും നമുക്കത് സൈൻ ചെയ്യാൻ പറ്റാത്തത്. കാരണം ഈ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഫോറിൻ റിലേഷൻസിനെ ബാധിക്കുന്നത് എന്നുള്ളതിനുള്ള ഒരു പ്രൈമറി എക്സാമ്പിളാണ് ഈ ടീസ്റ്റാ വാട്ടർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യൻ ഗവൺമെന്റിന്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ബംഗ്ലാദേശിനും അതിന് താല്പര്യമുണ്ടെങ്കിലും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വെസ്റ്റ് ബംഗാളിലെ ഡൊമസ്റ്റിക് പൊളിറ്റിക്സ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള മേഘാലയയിൽ ഒരു പുതിയ പോളിയോ സ്ട്രെയിൻ കണ്ടെത്തിയതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് WHO ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനെ കുറിച്ചൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 16 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ WHO കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 1948 ഏപ്രിൽ 7 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള യുണൈറ്റഡ് നേഷൻസിന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് WHO. അപ്പോൾ ഈ WHO എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഏപ്രിൽ 7 ഇപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര ആരോഗ്യ ദിനമായിട്ട് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഹെൽത്ത് ഡേ ആയിട്ട് കമ്മമറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ WHO ആസ് ആൻ ഓർഗനൈസേഷൻ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അതുകൂടാതെ ഇവർക്ക് 6 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ആഫ്രിക്ക, അതുപോലെ തന്നെ അമേരിക്കാസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, വെസ്റ്റേൺ പസഫിക് എന്നീ മേഖലകളായിട്ട് ലോകത്തിന് 6 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 6 റീജിയൻസിനും വേണ്ടിയിട്ട് ഇവർക്ക് റീജിയണൽ ഓഫീസസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നിലവിൽ ഈ WHO-ക്കകത്ത് 194 മെമ്പർ സ്റ്റേറ്റുകളാണുള്ളത്. സാധാരണഗതിയിൽ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അല്ലെങ്കിൽ UN അംഗരാജ്യമാവുന്ന ഒരു രാജ്യം WHO-യുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ WHO-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി WHO മെമ്പേഴ്സ് ആയിട്ട് മാറും. അതിൻ്റെ അർത്ഥം UN മെമ്പേഴ്സ് എല്ലാവരും സ്വാഭാവികമായിട്ടും WHO മെമ്പേഴ്സ് ആയിക്കൊള്ളുന്ന നിർബന്ധമല്ല. ഈ WHO-യുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ റെക്കഗ്നൈസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു WHO മെമ്പേഴ്സ് ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കുക. ഇനി WHO-ന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിലുടനീളം ഈ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇന്റർനാഷണൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സ്, അതുപോലെ തന്നെ ഈ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച് അജണ്ട സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോംസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി ഓപ്ഷൻസ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക, മോണിറ്ററിങ്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ട്രെൻഡ്സ് അസസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ചെയ്യുന്നത്. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഗവേണൻസ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘടനയുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്, അല്ലെങ്കിൽ WHO ആണ്. സോ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത് WHO-യിലെ അംഗരാജ്യമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉൾപ്പെടുന്ന ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ബോഡിയാണ് വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത്. ഇവർ വർഷത്തിൽ ഒരിക്കലാണ് ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലിയുടെ മീറ്റിംഗ് നോർമലി നടക്കുക.
ഇവരാണ് ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ അവരുടെ പോളിസീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. ഇനി ഇത് കൂടാതെ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി ഇലക്ട് ചെയ്യുന്ന ഒരു 34 അംഗ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ട്. അതിന് പുറമെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്രട്ടേറിയറ്റ് ഇവർക്കുണ്ട്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി തീരുമാനിച്ചിട്ടുള്ള പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇനി WHO ഹെഡായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇവരുടെ ഡയറക്ടർ ജനറൽ ആണ്. ഈ ഡയറക്ടർ ജനറലെ വേൾഡ് ഹെൽത്ത് അസംബ്ലി, നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് ഇലക്ട് ചെയ്യുന്നത്. ഡയറക്ടർ ജനറലിന്റെ കാലാവധി 5 വർഷമാണ്. ഒരു പ്രാവശ്യം കൂടി, അതായത് വൺസ് 5 വർഷത്തെ ടെന്യൂർ തീർന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി വേണമെങ്കിൽ ഇയാളെ റീഇലക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസും ഉണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് MQ-9B ഡ്രോണുകളെ കുറിച്ചാണ്. ഇതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡ്രോണിനെ കുറിച്ചിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇത് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ഇപ്പോൾ അമേരിക്കയിലേക്ക് ഒരു വിസിറ്റ് നടത്താൻ പോകുന്നതിനെ കുറിച്ചുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഈ വാർത്തക്കകത്ത് പരാമർശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ വിസിറ്റിനകത്തില്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വിസിറ്റിന്റെ അജണ്ട എന്താണെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഡിഫൻസ് റിലേഷൻസിനകത്ത്, അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിനകത്ത് നമ്മൾ നടത്താൻ പോകുന്ന ഏറ്റവും വലിയ പ്രൊക്യൂർമെന്റുകളിലൊന്നാണ് ഈ MQ-9B ഡ്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്രോണുകളുടെ പ്രൊക്യൂർമെന്റ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അമേരിക്കയിലെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു GE F414 എന്ന് പറയുന്ന ഒരു ടർബോ ഫാൻ എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിന്റെ പ്രൊക്യൂർമെന്റ്, അതുപോലെ തന്നെ അതിന്റെ ഇന്ത്യയിലെ HAL-ലുമായിട്ട് ചേർന്ന് നടത്താൻ പോകുന്ന അതിന്റെ കോ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വിസിറ്റിനിടയ്ക്ക് ചർച്ചയാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് MQ-9B ഡ്രോൺ, അതുപോലെ തന്നെ ഈ പറയുന്ന ജനറൽ ഇലക്ട്രിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ F414 എന്ന് പറയുന്ന എഞ്ചിൻ എന്താണ്, നമ്മുടെ തേജസ് മാർക്ക് 2 എന്താണെന്നും കൂടി അതിന്റെ കൂടെ നിന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കേസ് ഈ MQ-9B ഡ്രോണുകളുടെ കേസാണ്. MQ-9B ഡ്രോണുകൾ എന്ന് പറയുന്നത് ഓൾറെഡി അമേരിക്ക ഒക്കെ യൂസ് ചെയ്യുന്ന അവരുടെ ഏറ്റവും സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രോണുകളിലൊന്നാണ് MQ-9 റീപ്പർ ഡ്രോണുകൾ എന്ന് പറയുന്നത്. സോ ബേസിക്കലി പണ്ട് കാലത്ത് US ആദ്യമായിട്ട് ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ അറ്റാക്കുകളൊക്കെ, അല്ലെങ്കിൽ UCAVs ഒക്കെ, അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾസ് ഒക്കെ, ഈ വെപ്പൺസ് പേലോഡ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ US യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ 2000-ന്റെ ഒക്കെ തുടക്കം തൊട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു ഡ്രോണാണ് MQ-1 പ്രിഡേറ്റർ ഡ്രോൺ എന്ന് പറയുന്നത്. ആ MQ-1 പ്രിഡേറ്റർ ഡ്രോണിന്റെ ഒരു സെക്കൻഡ് ജനറേഷനിൽ പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസർ ആയിട്ട് കണക്കാക്കുന്ന ഡ്രോണാണ് MQ-9 റീപ്പർ ഡ്രോൺ എന്ന് പറയുന്നത്. ഇന്ന് US മിലിറ്ററി ലോകത്തിലുടനീളം അവരുടെ മിലിറ്ററി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്, ആന്റി ടെറർ ആക്ടിവിറ്റീസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവർ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അവരുടെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയുന്നത് MQ-9 റീപ്പർ ഡ്രോൺ ആണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോൺ ആണ് ഈ MQ-9 റീപ്പർ ഡ്രോൺ എന്ന് പറയുന്നത്. ഈ MQ-9 റീപ്പർ ഡ്രോൺ US പ്രധാനമായിട്ടും കോമ്പാറ്റ് ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെപ്പൺസ് പേലോഡ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള മിസൈൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഡ്രോണാണ് MQ-9 റീപ്പർ ഡ്രോൺ. പക്ഷേ ഇത് അതേസമയം ഇതിനകത്ത് വെപ്പൺസ് ക്യാരി ചെയ്യുക കൂടാതെ ഇത് ISR ആക്ടിവിറ്റീസിന്, അല്ലെങ്കിൽ ഇന്റലിജൻസ് സർവൈലൻസ് ആൻഡ് റിക്കണസൻസ് എന്ന് പറയും, ഈ നിരീക്ഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഈ MQ-9 ഡ്രോണുകളുടെ മാനുഫാക്ചറർ ആയിട്ട് ജനറൽ അറ്റോമിക് ഇങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഉണ്ട്. അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള MQ-9 റീപ്പർ ഡ്രോണിന്റെ ഒരു വേരിയന്റ് ആണ് MQ-9B എന്ന് പറയുന്നത്. അപ്പോൾ ഈ MQ-9B എന്ന് പറയുന്നത് അവരുടെ പ്രൈമറി പർപ്പസ്, ഇതൊരു കോമ്പാറ്റ് ഡ്രോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ISR ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഇന്റലിജൻസ് സർവൈലൻസ് ആൻഡ് റിക്കണസൻസ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ MQ-9B ഡ്രോണിന് 2 വേരിയൻസ് ആണുള്ളത്. ഈ MQ-9B എന്ന് പറയുന്നത് റീപ്പർ ഡ്രോണിന്റെ ഒരു വേരിയന്റ് ആണ്. MQ-9Bക്കകത്ത് 2 ടൈപ്പ് ഓഫ് MQ-9B ഡ്രോണുകൾ ഉണ്ട്. ഒന്ന് സ്കൈ ഗാർഡിയനും മറ്റൊന്ന് സീ ഗാർഡിയനുമാണ്. ഈ 2 ഡ്രോണുകൾക്കും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. സ്കൈ ഗാർഡിയൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ISR ആക്ടിവിറ്റീസ് പ്രൈമർലി ലാൻഡ് ഏരിയാസിൽ, അല്ലെങ്കിൽ കരമേഖലകളിൽ നടത്തുന്നതാണ് സ്കൈ ഗാർഡിയൻ എന്ന് പറയുന്നത്. സ്കീ ഗാർഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യം മാരിടൈം ഡൊമൈനിൽ, അല്ലെങ്കിൽ കടലിന്റെ മുകളിലൂടെ നടത്തുന്നതാണ് സീ ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ഈ സ്കൈ ഗാർഡിയനും സീ ഗാർഡിയനും ഒക്കെ പർച്ചേസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ത്രെട്ടാണ്. അപ്പോൾ അതിനകത്ത് സീ ഗാർഡിയന്റെ കേസിൽ ഇപ്പോൾ ചൈനയുടെ ഒക്കെ സബ്മറീൻ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചൈനയുടെ നേവൽ ആക്ടിവിറ്റി നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആന്റി സബ്മറീൻ വാർഫെയറിനും അതുപോലെ തന്നെ ഈ ചൈനീസ്
നേവൽ അസറ്റ്സിനെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ അല്ലെങ്കിൽ ഇൻഡോ പസഫിക് റീജിയനിൽ സർവൈലൻസിൽ വെക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീ ഗാർഡിയൻ പർച്ചേസ് ചെയ്യുന്നത്. സ്കൈ ഗാർഡിയന്റെ കേസിൽ ഇത് ചില സമയത്ത് ഇത് യൂഷ്വലി ഇതിനെ വിളിക്കാറുള്ളത് മെയിൽ UAVs ആണ്, അല്ലെങ്കിൽ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്നാണ് വിളിക്കുക. പക്ഷേ ചില ആളുകളൊക്കെ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഹെയിൽ UAVs ആയിട്ടാണ്, അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് ഡ്രോൺസ് ആയിട്ടാണ്. അതായത് വളരെ ഉയരത്തിൽ പറക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സ്കൈ ഗാർഡിയൻസിന്റെ കേസിൽ നമുക്ക് ഈ ലഡാക്ക് പോലുള്ള ചൈനയുമായിട്ട് നമുക്ക് മിലിറ്ററി സ്റ്റാൻഡ് ഓഫ് ഉള്ള മേഖലകളിൽ അവരുടെ മിലിറ്ററി ഡിപ്ലോയ്മെന്റ്സും അതുപോലെ തന്നെ അവരുടെ വെപ്പൺസ് ഡിപ്ലോയ്മെന്റ്സ് ഒക്കെ നമുക്ക് സർവൈലൻസിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള കാരണം. ഇനി ഇത് ഇപ്പോൾ ഈ പർച്ചേസ് ചെയ്യാനുള്ള ധാരണയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഗ്രിമെന്റുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ഒരു 2020 തൊട്ട് ഈ MQ-9Bയുടെ സീ ഗാർഡിയൻ വേർഷൻസ് ഇന്ത്യൻ നേവി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഏകദേശം 30-ൽ കൂടുതൽ ഡ്രോണുകളാണ് ഈ 2 വേരിയൻസിലായിട്ട് ഇന്ത്യൻ മിലിറ്ററി പർച്ചേസ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യൻ എയർഫോഴ്സിനും നേവിക്കും വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസ്, ഈ വാർത്തയിൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ F414 ടർബോഫാൻ എൻജിൻസിനെ കുറിച്ചാണ്. ഈ F414 ടർബോഫാൻ എൻജിൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു ടർബോഫാൻ എൻജിൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് US മിലിറ്ററി അവരുടെ F-18 സൂപ്പർ ഹോണറ്റ് പോലുള്ള എയർക്രാഫ്റ്റുകളിൽ യൂസ് ചെയ്യുന്ന വളരെ പ്രൂവൺ ആയിട്ടുള്ള ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ടർബോഫാൻ എഞ്ചിനാണ് ഈ F414 എഞ്ചിൻ എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ US നേവി യൂസ് ചെയ്തുകൊണ്ടിരുന്ന F404 അല്ലെങ്കിൽ 404 എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിന്റെ ഒരു സക്സസർ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആണ് ഈ F414 എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഈ തേജസിന് വേണ്ടിയിട്ട്, തേജസ് മാർക്ക് 2-ന് വേണ്ടിയിട്ട് ഇത് പർച്ചേസ് ചെയ്യാനുള്ള കാരണം, നമുക്ക് ഈ തേജസ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിനൊരു ഇൻഡിജീനിയസ് എഞ്ചിനായിട്ട് കാവേരി എഞ്ചിൻ എന്ന് പറയുന്ന ഒരു എഞ്ചിന് DRDO ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഒരുപാട് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ തേജസ് എയർക്രാഫ്റ്റിന്റെ ഇപ്പൊ ഇന്ത്യൻ മിലിറ്ററി യൂസ് ചെയ്യുന്ന ഒരു വേർഷൻ ഉണ്ട്, അതിനാണ് തേജസ് മാർക്ക് 1 എന്ന് പറയുന്നത്. ആ തേജസ് മാർക്ക് 1-നകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ F404 എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് വേർഷനാണ്, ഈ തേജസിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് തേജസ് മാർക്ക് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേജസ് മാർക്ക് 2-ൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ പെർട്ടിക്കുലർ എഞ്ചിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ടുള്ള F414 എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കയിലെ ഡിഫൻസ് മാനുഫാക്ചർ ആയിട്ടുള്ള ജനറൽ ഇലക്ട്രിക് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനിയാണ്. കഴിഞ്ഞൊരു 30 വർഷമായിട്ട് അമേരിക്കയിൽ നേവിയുടെ ഒക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ F-18 സൂപ്പർ ഹോർമറ്റ് പോലുള്ള എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ ഈ സ്വീഡിഷ് കമ്പനി ആയിട്ടുള്ള സാബിന്റെ ഗ്രിപ്പൺ എന്ന് പറയുന്ന എയർക്രാഫ്റ്റിലൊക്കെ അവർ യൂസ് ചെയ്യുന്ന ഒരു പ്രൂവൺ എഞ്ചിനാണ് ഈ F414 എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഞ്ചിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഇതിനൊരു ഫുൾ അതോറിറ്റി ഡിജിറ്റൽ ഇലക്ട്രോണിക് കൺട്രോൾ അല്ലെങ്കിൽ FADEC എന്ന് പറയുന്ന ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഈ എഞ്ചിന്റെ പെർഫോമൻസ് ഡിജിറ്റലി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിനാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ കൂടെ ഇന്ത്യയുടെ ഈ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റിനെ കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ലേറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് 1 എന്ന് പറയുന്ന ഇപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്. ആ എയർക്രാഫ്റ്റിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ മാർക്ക് 2 അല്ലെങ്കിൽ MK2 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ ഇതിന്റെ ടെസ്റ്റിംഗ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിനെ പവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ എയർക്രാഫ്റ്റിന്റെ എഞ്ചിനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു 414 അല്ലെങ്കിൽ F414 എന്ന് പറയുന്ന എഞ്ചിന് അമേരിക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റിനെ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ മാർക്ക് 1 എയർക്രാഫ്റ്റ് പോലെ തന്നെ DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ്, അല്ലെങ്കിൽ ADA ആണ്. ഇത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള എയർ ഫ്രെയിമുകളുണ്ട്. ഇപ്പോൾ ജാഗ്വാർസ്, അതുപോലെ തന്നെ MiG-29, മിറാഷ് 2000 പോലുള്ള യുദ്ധവിമാനങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ ഏകദേശം സർവീസ് ലൈഫ് ഇപ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ള റീപ്ലേസ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഈ തേജസ് മാർക്ക് 2 ഇപ്പോൾ ഈ പറയുന്ന HAL നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റ് അതിന്റെ ഒരു പേലോഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഏകദേശം 6500 കിലോഗ്രാം വരെ വെപ്പൺസ് അല്ലെങ്കിൽ 6.5 ടൺ വെപ്പൺസ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റ് ആണ് തേജസ് മാർക്ക് 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഇതിന്റെ 82% ഈ ഒരു എയർക്രാഫ്റ്റിന്റെ പാർട്സും ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ F414 ബന്ധപ്പെട്ടുള്ള ആ എഞ്ചിന് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കരാർ ഈ HAL-ഉം അതുപോലെ തന്നെ ഈ ജനറൽ ഇലക്ട്രിക്കും നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് വൺസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ അത് ലോക്കലി മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ എഞ്ചിൻസ് ഇന്ത്യയിൽ ലൈസൻസ്ഡ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തേജസ് മാർക്ക് 2 എയർക്രാഫ്റ്റിന്റെ 90% ഇൻഡിജീനസ് കണ്ടന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടെറാഹെഡ്സ് സ്പെക്ട്രത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലത്തെ PIB-ക്കകത്ത് ഒരു പ്രസ് റിലീസ് ഉണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ടെറാഹെഡ്സ്
റേഡിയേഷൻ അല്ലെങ്കിൽ ടെറാഹെഡ്സ് സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഒരു 100 ജിഗാഹെഡ്സ് തൊട്ട് 10 അല്ലെങ്കിൽ 10 ടെറാഹെഡ്സ് വരെയുള്ള റേഞ്ചിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ഈ ടെറാഹെഡ്സ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 3 mm തൊട്ട് അല്ലെങ്കിൽ 3 മില്ലിമീറ്റർ തൊട്ട് ഒരു 30 മൈക്രോമീറ്റർ വരെയുള്ള റേഞ്ചിലുള്ള വേവ് ലെങ്തിലുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണിത്. സോ ബേസിക്കലി റേഡിയോ വേവ്സിനെക്കാട്ടിലും അതുപോലെ തന്നെ മൈക്രോ വേവ്സിനെക്കാട്ടിലും കൂടിയ ഫ്രീക്വൻസി ഉള്ള, പക്ഷെ അതേസമയം ഇൻഫ്രാറെഡ് ലൈറ്റിനെക്കാട്ടിലും കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ള ഒരു സാധനമാണിതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഫാർ ഇൻഫ്രാറെഡ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുണ്ട്, സബ് മില്ലിമീറ്റർ വേവ്സ് എന്നുള്ള പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ വിസിബിൾ ലൈറ്റിന് പാസ് ചെയ്യാൻ പറ്റാത്ത ചില മെറ്റീരിയൽസിലൂടെ പെനട്രേറ്റ് ചെയ്യാൻ ഇതിന് കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക്സ്, ടെക്സ്റ്റൈൽസ്, പേപ്പർ, കാർഡ്ബോർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ പെനട്രേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഈ ടെറാഹെഡ്സ് റേഡിയേഷന് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർവൈലൻസിന് വേണ്ടി യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി സ്ക്രീനിങ്, ഈ കൺസീൽഡ് വെപ്പൺസ് ഒക്കെ അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇമാജിങ്, സ്പെക്ട്രോസ്കോപ്പി പോലുള്ള സയന്റിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻസിനകത്തും ഇത് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് ഹൈ സ്പീഡ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനകത്ത്, എസ്പെഷ്യലി സ്പേസ് ബേസ്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഇത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എക്സ്റേസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്റേസിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയണൈസിങ് റേഡിയേഷൻ ആണ്. പക്ഷേ ഈ ടെറാഹെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അയണൈസിങ് റേഡിയേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിങ് ടിഷ്യൂസിനെയോ അല്ലെങ്കിൽ DNA-നൊന്നും ഇത് ഡാമേജ് ചെയ്യില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജും ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റഷ്യയിലുള്ള റീജിയൻ ആയിട്ടുള്ള ചെച്നിയയെ കുറിച്ചാണ്. അപ്പോൾ ഈ ചെച്നിയ എന്ന് പറയുന്നത് റഷ്യയുടെ കാസ്പിയൻ സീഡൊക്കെ അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ഒരു റീജിയനാണ് ചെച്നിയ എന്ന് പറയുന്നത്. ചെച്നിയ റഷ്യക്കകത്തുള്ള ഒരു റിപ്പബ്ലിക് ആണെന്ന് മനസ്സിലാക്കുക. റഷ്യയിലുള്ള റിപ്പബ്ലിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റഷ്യയിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ആണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അവിടെയുള്ള എത്നിക് മൈനോറിറ്റീസ് താമസിക്കുന്ന മേഖലകളെയാണ് അവർ റിപ്പബ്ലിക്കുകളായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റഷ്യൻ റിപ്പബ്ലിക് ആണ് ഈ ചെച്നിയ എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നോർത്തേൺ കോക്കസസ് റീജിയനിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിന്റെ ഭാഗമായിട്ടുള്ള നോർത്തേൺ കോക്കസസ് റീജിയനിലാണ് ചെച്നിയ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി ഇവിടെ ഇങ്ങനെ ഒരു പെനിൻസുല പോലെ റഷ്യക്ക് ഒരു ഭാഗമുണ്ട്. ഈ നോർത്തേൺ കോക്കസസിന്റെ ഭാഗമായിട്ടുള്ള റഷ്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഒരു സൈഡിൽ കാസ്പിയൻ സീയും മറ്റൊരു സൈഡിൽ ബ്ലാക്ക് സീയുമാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടക്കാണ് ഈ പറയുന്ന ചെച്നിയ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുക. ഇവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗ്രോൺസി എന്ന് പറയുന്ന സ്ഥലമാണ്. ക്യാപിറ്റലും ലാർജസ്റ്റ് സിറ്റിയും ഗ്രോൺസിയാണ്. ഇനി അതുപോലെ തന്നെ ഈ ചെച്നിയയുടെ ടോട്ടൽ ബോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 80% കൂടുതലും റഷ്യൻ ടെറിട്ടറീസ് ആണ് ചെച്നിയനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്നത്. ഇവർക്കുള്ള ഒരേ ഒരു ഇന്റർനാഷണൽ ബോർഡർ എന്ന് പറയുന്നത് ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ജോർജിയയുമായിട്ടാണെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.